അയ്യപ്പസ്വാമിമാരുടെ തിക്കും തിരക്കും ഒന്നുമില്ലാത്ത നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള കാഴ്ചകളൊന്ന് കാണാം. ആദ്യമേ നമുക്ക് നിലയ്ക്കൽ പാർക്കിങ്ങിൽ പോകാം. വാഹനമൊക്കെ ഇല്ലാതെ ഉള്ള അന്തരീക്ഷത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. പാർക്കിംഗ് ഏരിയ കാണുമ്പം നിങ്ങൾ എവിടൊക്കെയാണ് വന്ന് വാഹനം പാർക്ക് ചെയ്തതും കിടന്നതും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് കമൻ്റ് ഇടണം. പലർക്കും ആ മെയിൻ റോഡ് സൈഡിൽ ശിവഭഗവാന്റെ പ്രതിമ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നറിയാം. പക്ഷേ ആർക്കും അവിടെ ശിവക്ഷേത്രത്തെക്കാട്ടി വലിയൊരു ദേവീക്ഷേത്രം ഉണ്ടെന്നറിയത്തില്ല. ആർക്കും എന്ന് പറയുന്നില്ല, ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. നമുക്ക് ആ ക്ഷേത്രവും ഒന്ന് കാണാം. ഈ കാണുന്നതെല്ലാം നമ്മുടെ നിലയ്ക്കലെ പാർക്കിങ്ങാണ്. ശരിക്കും ഒരു വാഹനം പോലും ഇല്ലാതെ ഈ പാർക്കിംഗ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിലയ്ക്കൽ പാർക്കിംഗ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇതാണ് ദേവീക്ഷേത്രം, പള്ളിയറക്കാവ് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ സൈഡിലാണ് ഹെവി വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത്. നട അടച്ചതിന് ശേഷം നിലയ്ക്കലൊക്കെ വരുമ്പം കാടിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊന്നും പോകല്ല്. ഇതേപോലെ ഈ ടാറിങ്ങിട്ട് മെയിൻ വഴികളിൽ വന്ന് കാഴ്ചകളെ കാണാവൂ. കാരണം ആളും അനക്കമൊന്നുമില്ലാതെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ളതാണ്. ഈ ഭാഗങ്ങളെ ആ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുവട്ടത്തൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരും ജോലിക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണും. ഞാൻ അതുകൊണ്ട് ഇന്നാളെ അവിടെ കിടന്നത്, ഇന്നാളെ ഇവിടെ കിടന്നത് എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ അടുത്തൊന്നും പോകരുത്. വനത്തിൻ്റെ ഇതാണ് ശിവക്ഷേത്രം, ശ്രീ മഹാദേവർ. ഇത് നമ്മുടെ നിലയ്ക്കലെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടുന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ കയറി വന്ന് ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഏത് ഭാഗമാണെന്നറിയോ? നമ്മൾ തിക്കും തിരക്കും കൂട്ടി ബസ്സിറങ്ങി വരുമ്പം ചാടി കയറാനൊക്കെ നോക്കുന്ന ആ ഭാഗങ്ങളാണ്. ഇതാണ് നിലയ്ക്കലെ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമ്മൾ പമ്പയ്ക്ക് പോകാനൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ടാൽ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ഞാൻ നിലയ്ക്കൽ പാർക്കിങ്ങിൽ നിന്ന് ഇനി നേരെ പമ്പയ്ക്ക് പോവാം. ഞാൻ മഴയൊക്കെ ആയിരിക്കും എന്നോർത്തു, പക്ഷേ മഴയൊന്നുമില്ലായിരുന്നു. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. മഴയുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ആന നല്ലപോലെ മഴ പെയ്യുവാണെങ്കിൽ റോഡിൽ കാണാൻ സാധ്യതയുള്ളവിടെ. അങ്ങനെ അട്ടത്തോട് ആകാറായി. അട്ടത്തോട്ടിൽ നിന്ന് നമ്മൾ ശബരിമലയ്ക്ക് നോക്കിയാൽ ശബരിമല കാണാൻ പറ്റും. അട്ടത്തോട്ടിൽ നിന്ന് വേണ്ട 21-22 കിലോമീറ്റർ ഉണ്ട് ശബരിമലയ്ക്ക്. അത് ഏത് ഭാഗമാണെന്ന് ഞാൻ കാണിക്കാം. ഈ അട്ടത്തോട് ഞാൻ നൈൻ ബോർഡ് എഴുതിയേക്കുന്ന അടുത്തുനിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇതേണ്ട കണ്ടോ, അവിടെ നിന്ന് നമ്മൾ ശബരിമലയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ സൂം എടുത്തതാണ്. ഇത് ശബരിമലയാണ്. ഇതിന് തൊട്ടപ്പുറത്തു നിന്നാണ് തിരുവാഭരണം ഇറങ്ങിപ്പോകുന്നത്. കൊച്ചാനവട്ടം വില്യാനവട്ടം വഴി നീലിമല ടോപ്പിൽ ചെന്ന് കയറും. ആ കടയിലെ ചേച്ചിയാ, കൊച്ചു മോളാത്. ഞാനുമായിട്ടൊക്കെ അങ്ങ് ലോഹ്യമായി. ഞാൻ വരുന്നോന്നൊക്കെ ചോദിച്ചു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് സ്കൂളിൽ പോകണമെന്ന്. ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ അവിടെ കൊണ്ട് സ്കൂളിൽ ചേർക്കാമെന്ന് പറഞ്ഞു. വരുന്നില്ലെന്ന് പറഞ്ഞു. ടാറ്റയൊക്കെ കൊടുത്ത് ഞാനിങ്ങ് പോകുന്നു. ഇവിടെ അപ്പുറത്തു നിന്നാണ് തിരുവാഭരണം പന്തളത്തു നിന്ന് വന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ വഴി കാണിക്കാം. ഇതാ തിരുവാഭരണം പാത. ഇതുവഴി ഇറങ്ങിയാണ് പോകുന്നത്. നട അടച്ചതിന് ശേഷമാണെങ്കിലും നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോകരുത്. വന്യമൃഗശല്യങ്ങളുള്ളതാണ്. അതുമല്ല,
അന്യർക്ക് പ്രവേശനമുള്ള മേഖലയല്ല, അങ്ങോട്ട് പോകരുത്. അങ്ങനെ അട്ടത്തോട്ടിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയാണ്. ഈ ഭാഗങ്ങളൊക്കെ വരുമ്പം അത്യാവശ്യം നല്ല പേടിയൊക്കെ വരും കേട്ടോ. ഞാൻ വേറെ ആരുമില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഈ ഒറ്റയ്ക്കൊക്കെ വരുമ്പം റോഡ് ദൂരം നോക്കിയിരുന്ന് ഓടിക്കണം വണ്ടി. അതുപോലെ തന്നെ വളവുകൾ തിരിയുമ്പോൾ ശ്രദ്ധിച്ച് വേണം തിരിയാൻ. ചിലപ്പോൾ തിരിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആനയൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വരണം. കൂട്ടുകാർ കൂടി വരുവാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ കൂടി കാര്യമൊക്കെ പറഞ്ഞു വന്ന് ആനയുടെ കീഴിൽ കയറില്ല. ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധ നല്ലപോലെ കാണും. കൂട്ടുകൂടി വരുമ്പം സംസാരിച്ചെടുത്ത് പിടിച്ച് റോഡിലെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാതെ വന്ന് ആനയുടെ കീഴിൽ കയറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആനശല്യം ഉള്ളത് നിലയ്ക്കേന്ന് പത്തനംതിട്ട റൂട്ടിലേക്ക് പോകുമ്പോൾ ലാഹയ്ക്കും നിലയ്ക്കലും ഇടയ്ക്കാണ് ആനയുടെ ശല്യം കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ അട്ടത്തോട് തൊട്ട് പമ്പ വരെ ആനയുടെ വലിയ ശല്യമില്ല. എന്നാൽ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ശല്യം കാണാൻ സാധ്യത കൂടുതലുള്ള ഒരു ഇടമാണ് നമ്മുടെ KSRTC സ്റ്റാൻഡ്. ശാന്തസുന്ദരമായിട്ട് കിടന്നു ഉറക്കമാണ്. ഇനി 1-ാം തീയതി ഉയർത്തെഴുന്നേൽക്കും. അന്നേരം ഈ അന്തരീക്ഷമൊക്കെ അങ്ങ് മാറും. പിന്നെ മന്ത്രങ്ങൾ മാത്രം. ആ KSRTCയുടെ ഇപ്പുറത്ത് നിന്ന് ഞാൻ എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അത് പമ്പയാറ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് കക്കാട്ടാറിൽ ഡാമിൽ നിന്ന് വെള്ളം വരുന്നതാണ്. നമ്മൾ ആ ത്രിവേണി ചെന്ന് ഇറങ്ങുന്നിടത്തു നിന്ന് നേരെ കാണുന്ന അതാണ് യഥാർത്ഥത്തിൽ പമ്പയാറ് ഉത്ഭവിച്ച് വരുന്ന ഇടം. ത്രിവേണി പാലം. പമ്പയാറ് ഞാൻ കാണിക്കാം. വേണ്ട, ഇവിടുന്ന് ഈ വലത്തോട്ട് കാണുന്നത് ആണ് ആ കക്കാട്ട് ഡാമിൽ നിന്ന് വന്ന് പമ്പയാറ്റിലേക്ക് കയറുന്നത്. ആ നേരെ കാണുന്നതാണ് പമ്പയാറ്. അങ്ങനെ പല തോടുകളും ആറുകളും എല്ലാം ചേരുന്നതാണ് ഓരോ നദിയും ആയി മാറുന്നത്. നമ്മുടെ ഈ പമ്പയിൽ നിന്ന് തന്നെ ഏകദേശം വടശ്ശേരിക്കരയ്ക്ക് അപ്പുറം വരെ വലിയ കക്കാട്ടാറ്, ഒരുപാട് കല്ലാറ്, ഒരുപാട് ആറുകൾ വന്ന് ഇതിൻ്റെ അകത്ത് ചേരുന്നുണ്ട്. അങ്ങനെ ശാന്തസുന്ദരമായി കിടക്കുന്ന പമ്പ. ഈ 1-ാം തീയതി കർക്കിടക മാസമാണ്. പമ്പയിൽ അമിതമായ തിരക്കായിരിക്കും. കാരണം ബലി ഇടാനെ കൊണ്ട് ഒരുപാട് ഭക്തർ വരും. ആ ഭക്തരിൽ ഒട്ടുമിക്ക ആൾക്കാരും മല കയറാൻ സാധ്യത കുറവാണ്. ബലിയിട്ട് പലരും തിരിച്ചങ്ങ് പോകും. പക്ഷേങ്കിൽ ഈ 1-ാം തീയതിക്ക് അതിഭയങ്കര തിരക്കായിരിക്കും പമ്പയിൽ. കർക്കിടകം 1 ബലി. ഇത് നമ്മൾ KSRTC ബസ് ഇറങ്ങി വരുന്ന ഇടമാണ്. അവിടെ 2-3 പണിക്കാർ നിൽപ്പുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പമ്പയിൽ നിന്ന് നമ്മളിവിടുന്ന് അങ്ങോട്ട് കരയിലോട്ട് കയറത്തില്ല, അവിടെയൊക്കെ ലോക്ക് കെട്ട് ഇടുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ ഒരു 1.5 മീറ്റർ വീതിക്കാണ് ഇട്ടേക്കുന്നത്. ഇനിയും അതിന് പുറത്തോട്ട് വീതി ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അതിന് 1-ാം തീയതി പോകുമ്പോൾ അറിയാം എത്രത്തോളം വീതി ഉണ്ടെന്ന്. അതേണ്ടേ ശാന്തസുന്ദരമായിട്ട് കിടക്കുന്ന പമ്പയിലെ നടപ്പന്തൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരും എല്ലാവരും ഒക്കെ ഉള്ളപ്പം തട്ടിയും മുട്ടിയും ശരണം വിളിച്ചും കരച്ചിലും കൊച്ചുകുട്ടികളുടെ കരച്ചിലും വീഴ്ച്ചിലും എല്ലാം അതൊക്കെ ആ ഒരു രസം. ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോഴല്ലോ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനൊരു പേടി പോലൊക്കെയാണ്. പക്ഷേ ഇന്നെനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പണിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, JCB-കാരൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ശരിക്കും അവിടെ പണിക്കാരും ഇല്ല, ആരുമില്ല. ഒരു അന്തരീക്ഷം. അയ്യപ്പസ്വാമിയുടെ ആറാട്ടുകുളമാണത്. ഗണപതി അമ്പലത്തിൻ്റെ അവിടോട്ട് കയറാൻ പോകുന്നതിന് നേരെ ഫ്രണ്ടിലാണ് ആറാട്ടുകുളം. ആളും പേരും ഒന്നും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഏകനായിട്ട് അവിടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കുവാണെങ്കിൽ നമുക്ക് പതുക്കെ
ഉത്ബോധ മനസ്സിൽ ഭയം വരും. അങ്ങനെ ഇതൊക്കെയാണ് നടയടച്ചതിന് ശേഷം നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള കാഴ്ചകൾ. ഞാൻ പിന്നെ ഒരു ചെറുപ്രായം തൊട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വയസ്സ് ഉള്ളപ്പോൾ തൊട്ട് ഇങ്ങനെ ഒക്കെ വരും. അയ്യപ്പസ്വാമി അടുത്ത് എൻ്റെ ഓർമ്മയൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വയസ്സ് പ്രായം തൊട്ടേ വരും. ഒരു മണ്ഡലകാലത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 25 പ്രാവശ്യമെങ്കിലും വരും. എനിക്ക് അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴണമെന്നൊന്നുമില്ല. ആ നടപ്പന്തലിൽ പോയി ഒരു 2-3 മണിക്കൂർ ഇരുന്നാലും മതി. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ 3-4 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്യും. ഇന്നത്തെ എൻ്റെ പരാതിയും പരിഭവവും എല്ലാം ഗണപതി ഭഗവാനോട് പറഞ്ഞിട്ട് ഞാൻ തിരികെ ഇറങ്ങി.